പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 9-ാമത്തെ വചനം. സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഈശോ തന്റെ ഗിരിപ്രഭാഷണ വേളയിൽ പറയുകയാണ്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ സമാധാനം എന്ന് പറയുന്ന ഈ വലിയ കൃപ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാണ്. പരിശുദ്ധാത്മാവ് നിറയുന്നവരുടെ ജീവിത ശൈലിയാണ് സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം. ഉള്ളിലൊരു സമാധാനം, മറ്റുള്ളവരുമായിട്ടുള്ള ഇടപെടലുകളിൽ ഒരു സമാധാനം, കുടുംബത്തിൽ സമാധാനം, മറ്റുള്ളവർക്ക് സമാധാനം കൊടുക്കുക, അങ്ങനെ സമാധാനം സ്ഥാപിക്കുക, സമാധാന ദൂതരായി മാറുക. അതാണ് പരിശുദ്ധാത്മാവ് ആ വ്യക്തിയിൽ ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ അടയാളമാണ് സമാധാനം കൊടുക്കുന്നവരായിത്തീരുന്നത്. കൊണ്ട് വചനം പറയുന്നു, സങ്കീർത്തനം 85:8 നമ്മളിങ്ങനെ വായിക്കുകയാണ്, കർത്താവായ ദൈവം അരുൾ ചെയ്യുന്നത് ഞാൻ കേൾക്കും, അവിടുന്ന് തന്റെ ജനത്തിന് സമാധാനം അരുളും. ദൈവം ജനത്തെ മുഴുവൻ സമാധാനത്തിൽ പരിപാലിക്കുന്നത് എന്റെ ആത്മാവിനെ അയച്ചുകൊണ്ടാണ്. ഹൃദയപൂർവ്വം തന്നിലേക്ക് തിരിയുന്ന തന്റെ വിശുദ്ധർക്ക് തന്നെ, അതായത് ദൈവത്തിലേക്ക് തിരിയുന്നവർക്ക് ഈ പരിശുദ്ധാത്മാവ് നൽകുന്ന സമാധാനം അനുഭവിക്കാനും സമാധാന ദൂതരായി മാറാനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, വചനം പറയുന്നു, യെശയ്യാ 48:22 നമ്മളിങ്ങനെ വായിക്കുന്നു, കർത്താവ് അരുൾ ചെയ്യുന്നു, ദുഷ്ടർക്കൊരിക്കലും സമാധാനം ഉണ്ടാകുകയില്ല. കാരണം ദുഷ്ടതയിൽ ജീവിക്കുന്നവർക്ക് സമാധാനത്തിന്റെ ദാതാവായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനോ ഈ പരിശുദ്ധാത്മാവിൽ നിറയാനോ സാധിക്കത്തില്ല. അതുകൊണ്ട് ദുഷ്ടതയിൽ നിന്ന് പിന്മാറേണ്ടത് സമാധാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. യെശയ്യാ 48:22 നമ്മളിങ്ങനെ കാണുകയാണ്, കർത്താവ് അരുൾ ചെയ്യുന്നു, ദുഷ്ടർക്ക് ഒരിക്കലും സമാധാനം അനുഭവിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യെശയ്യാ 26:3 നമ്മളിങ്ങനെ വായിക്കുന്നു, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു. അതായത് ദൈവത്തിൽ ഹൃദയം ഉറപ്പിച്ച് പരിശുദ്ധാത്മാവിന്റെ നിമന്ത്രണങ്ങൾക്ക് കാതോർത്ത് ആത്മാവ് നയിക്കുന്ന വഴിയിലൂടെ പോകുമ്പോൾ ഒരു ദുഷ്ടതയിലും പെടാതെ സമാധാനത്തിൽ ജീവിക്കാനായിട്ട് ആത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഈ കൃപ നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ.